വെൽക്കം ടു ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓഫ് ക്രിസ്ത്യൻ എലൈറ്റ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആധികാരികമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി നൽകുവാൻ പ്രശസ്ത വേദ അധ്യാപകനും ഹീബ്രു ബൈബിൾ സ്കോളറും ആയ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ സെഷൻ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറുപടി പറയാനായിട്ടുണ്ട്. ചോദ്യ ഇപ്രകാരമായിരുന്നു: ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. തുടർന്ന് കൂടാരവാതിൽക്കൽ 3 പുരുഷന്മാരെ അബ്രഹാം കാണുന്നു. അതിൽ പിതാവായ ദൈവമാണോ അതോ പുത്രനായ ക്രിസ്തുവാണോ അന്ന് പ്രത്യക്ഷപ്പെട്ടത്? Well, first of all, thank you, Mom. Thank you. നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായൊരു ചോദ്യമാണത്. നമ്മൾ മുമ്പ് പറയാറുള്ള പോലെ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിന് മറുപടി ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപടി ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയാതെ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി കിട്ടുന്നുണ്ട്. അത് ഇച്ചിരി ഡിസപ്പോയിന്റിങ്. അത്ര ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള മറുപടി അല്ല ഇന്നത്തെ കാര്യം. അതൊന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ സാധിക്കാനാ? അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധിക്കാനുണ്ടോ? നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെയോ ദൈവാരാധനയോ വേദോസമുദായ അറിവിനെയോ ഒന്നും അത് ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. ദാറ്റ് മീൻസ് അത് അറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പല സമയങ്ങളിലായിട്ട് പഴയ നിയമകാലത്ത് പ്രത്യക്ഷനായിട്ടുണ്ട്. ഈ പ്രത്യക്ഷനായ സമയത്തൊക്കെ അങ്ങ് ആരാണ് എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ തൻ്റെ 250 ടൈറ്റിൽസിൽ ഒരു ടൈറ്റിൽ താൻ എടുത്ത് അവിടെ പറയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് എൻറ്റയർ ബൈബിളിൽ 250 പേരുകളുണ്ട്, ടൈറ്റിൽസ് ഉണ്ട്. അതിൽ ഒരു ടൈറ്റിൽ താൻ എടുത്ത് പറയും. ഉദാഹരണത്തിന് മനോവയുടെ അടുത്ത് പ്രത്യക്ഷനായി. മനോവ ചോദിച്ചു, അങ്ങയുടെ പേരെന്തവാ? ഞാൻ അങ്ങേ എന്തുകൊണ്ട് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, why you ask my name? Ani Pelei. Ani Pelei. എന്റെ പേര് അത്ഭുതം എന്നാണ്. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പേരാണോ? യെസ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു അല്ലേ? ആ പേര് കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പൊ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ താൻ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ പേര് കൊണ്ട് പരിചയപ്പെടുന്നുണ്ട്. ഗിദെയോന്റെ അടുത്ത് വന്നു. ഗിദെയോൻ ചോദിച്ചു, വെൽ കം ഓൺ, ഹൗ കുഡ് ഐ റെക്കഗ്നൈസ് യു? ഗിദെയോന് പരിചയപ്പെടുത്തി കൊടുത്തു, അഡോനായി ഷലോം, ദൈവം നിന്റെ സമാധാനം അല്ലേ? പരിചയപ്പെടുത്തി കൊടുത്തു. ഇവിടെ വരുമ്പോ യഹോവയ്ക്ക് അടിയനോട് എന്ത് പറയാനുണ്ട് എന്ന് അബ്രഹാം ചോദിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്? അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നത് റെപ്രസെന്റേറ്റീവ് ഏഞ്ചൽസ് ആണ്. അതെന്തല്ല ശരിക്കും ഒരു തിയോഫനി അല്ല. തിയോഫനി എന്ന് പറഞ്ഞാൽ ദൈവം ആൾ മാറി വരുന്നതും തിയോഫനി.
ദൈവത്തെ പ്രതിനിധീകരിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ വരുന്നു. ഇത് രണ്ടും രണ്ടാ. ഉദാഹരണം പറഞ്ഞാല് ഇപ്പം ഇന്ത്യ, നമുക്കിങ്ങനെ പറയാം, നമ്മുടെ ശശി തരൂരിനെ രോഗം മുഴുവൻ അയച്ചില്ലേ കുറച്ചുകൂടെ മുമ്പ്. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്നല്ല പറഞ്ഞത്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ടു ടെൽ യു, ഇന്ത്യ ടെൽസ് യു, ഇന്ത്യ ഫീൽസ് ലൈക്ക്, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം അദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധിയാണെന്നാണ്, പ്രതിപുരുഷനാണ്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് താനായിട്ടും പോകാം. അപ്പം UN അണ്ടർ സെക്രട്ടറി ആയിരിക്കുന്നുണ്ടേ താനായിട്ട് സംസാരിക്കുന്നു, അല്ലേ? താനായിട്ട് സംസാരിക്കുന്നു. തിരുവനന്തപുരത്തിന് MP ആയിട്ടിരിക്കുമ്പോ തിരുവനന്തപുരത്തിന് MP എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ഞാൻ. പക്ഷെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമ്പോഴോ ഇന്ത്യ ഫീൽസ് ലൈക്ക്, എനിക്കിങ്ങനെ തോന്നുന്നു പറയാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യ ഫീൽസ് ലൈക്ക്. അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്ന ആളുകൾ ട്രിനിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ഏഞ്ചൽസ് ആണ്. They are the representative angels of the Trinity. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേര് ഞാൻ ഈ പറഞ്ഞ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ you have to go all the way back to the original Tanakh written in the Hebrew language. Hebrew languageൽ എഴുതിയിരിക്കുന്ന ഒറിജിനൽ ബൈബിളിൽ പോയിട്ട് വായിക്കണം. വായിക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ട്രിനിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ഏഞ്ചൽസ് ആണ്. ഇനി നോക്കിക്കോണേ, നമ്മൾ സെക്കറിയ പ്രവാചകന്റെ പുസ്തകം, ഇത് ഹോൾ ബൈബിൾ ആണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. അങ്ങനെ എടുത്ത് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുന്ന ഉടനെ ഇതുപോലെ ദൈവത്തിന്റെ പ്രതിനിധിയായ ഒരു ദൂതൻ, ഇനിയും അത് ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ഇനിയും സേർവിംഗ് ഏഞ്ചൽസ് ആയ വേറെ ദൂതന്മാര്, അവര് ദൈവത്തിന്റെ പ്രതിനിധിയല്ല, അവര് ഒരു ഏഞ്ചലോ അല്ലെങ്കിൽ നിൽക്കുക, അത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ചോദിക്കുന്നു, യഹോവയ്ക്ക് ഇവനോട് എന്ത് പറയാനുണ്ട്? അവർ ചോദിക്കുക, The Lord, what have you got to tell this young man? ഈ സക്കറിയ ഒരു കുഞ്ഞനാ കേട്ടോ, 14 വയസ്സ് പോലും ആയിട്ടില്ല. ചോദിക്കുക, ഏഞ്ചല് വന്നിട്ട് ഒരു ദൂതനോട് ചോദിക്കുന്നു, യഹോവയ്ക്ക് ഇവനോട് എന്ത് പറയാനുണ്ട്? മീൻസ് അങ്ങനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദ ലോർഡ് എന്നവിടെ ചോദിക്കുന്നത്, ദ ലോർഡ് ഇവനോട് എന്ത് പറയാനുണ്ട്? അപ്പൊ അയാൾ ആരാ? ഈസ് ദി റെപ്രസെന്റേറ്റീവ് ഏഞ്ചൽ ഓഫ്, അയാളെന്ന് ഞാൻ പറഞ്ഞ മോശമുണ്ടല്ലോ ആ വ്യക്തി. ഭാഷ പലപ്പോഴും നല്ല നാടൻ ഭാഷയാണ്, ഒത്തിരി പോളിഷ്ഡ് അല്ല. റാന്നിക്കാർക്ക് വലിയ പോളിഷ്ഡ് ഭാഷയൊന്നും ഇല്ലെന്നേ. ഇടയ്ക്കിടയ്ക്ക് അയാളൊന്നും അങ്ങനെയൊന്നും കയറി പറഞ്ഞാള്. നോ, അദ്ദേഹം റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് ആണെങ്കിൽ മറ്റവര് സേർവിംഗ് ഏഞ്ചൽസ് ആണ്. ഇവിടെ 3 പേരും ട്രിനിറ്റിയുടെ റെപ്രസെന്റേറ്റീവായ റെപ്രസെന്റിംഗ് ഏഞ്ചൽസ് ആണ്. എന്താണ് പ്രത്യേകത? ഒന്ന്, അവർക്ക് ഹ്യൂമൻ അപ്പിയറൻസിലേക്കും നേച്ചറിലേക്കും വളരെ ഈസി ആയിട്ട് അവരെ തന്നെ മാറ്റാൻ കഴിയും. അബ്രഹാം 3 പുരുഷന്മാരെ കണ്ടെന്ന്, 3 ദൂതന്മാരെ കണ്ടെന്നല്ല. 3 പുരുഷന്മാരെ. 2, ഒരു കാളെ കണ്ടിച്ച് എന്റെ കർത്താവ് ഞാൻ ചിന്തിക്കും എന്തെല്ലാം സേർവ് ചെയ്ത് വെച്ചത്. ചിലപ്പം ലിവർ ഫ്രൈയും ഇനി വാരിയലിന്റെ എന്താ പറയണ്ടേ, ഐ ഡോണ്ട് നോ ഹൗ മെനി ഐറ്റംസ്. 3 ഇടങ്ങഴി മാവുന്ന എന്തോ ഇടങ്ങഴിയാ. ഇത് മുഴുവൻ അങ്ങോട്ട് ചുട്ടു വെച്ചു കൊടുത്തിട്ട് ഗംഭീര അടിച്ചത്. ദാറ്റ് മീൻസ് അവർക്ക് ഹ്യൂമൻ ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരല്ല. ആൻഡ് ദേ വാക്ക്ഡ് വിത്ത് ഹിം ആൻഡ് ടോക്ക് ടു ഹിം, അല്ലേ? ഇതിന്റെ എന്താണ് അബ്രഹാമിന് തന്നെ മനസ്സിലാകുന്നത് എന്താണ്? ദേ ആർ നോട്ട് മിയർ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള കാര്യം. യെസ്, ദാറ്റ്സ് മൈ ആൻസർ. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യവും ഇതിനോട് അല്പം ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവ് മനുഷ്യ ശരീരത്തോടെയാണോ സ്വർഗത്തിൽ ഉള്ളത്? മനുഷ്യ ശരീരത്തോടെ സ്വർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കുമോ? ഓക്കെ, നല്ല ചോദ്യമാട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ റിമാർക്ക് പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു വീഡിയോയിലെ.
അതിനുശേഷം എനിക്ക് പേഴ്സണലായിട്ട് കുറെ ആൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു അങ്ങനെ നോക്കുന്നത്. അപ്പം ഈ നമ്മൾ ചില ആൻസേഴ്സ് കുറച്ച് ദൈർഘ്യമായ ചോദ്യങ്ങളാണല്ലോ. ആൻസറാണ്, ക്വസ്റ്റ്യൻ ചെറുതായിരിക്കും, പക്ഷേ ആൻസർ കുറച്ച് ലോങ്ങാ. ഒരുപാട് ലോങ്ങായി ആൻസർ. മാക്സിമം കുറച്ച് ഞാൻ പറയാം. അത് ഓഡിയൻസിന്റെ സൗകര്യത്തിന് വേണ്ടിയല്ല, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയല്ല. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. നമുക്ക് പ്രപ്പോർഷനായിട്ട് നോക്കുമ്പോൾ ഒരു ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ സമയത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരുപാട് അങ്ങ് പോകാനൊക്കത്തില്ല. നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഏത് ശരീരത്തിലാണ്? തന്നെ കൊണ്ട് കല്ലറി വെച്ച ആ ശരീരമാണോ മറ്റൊരു ശരീരമാണോ? കേട്ടോണേ, ഇത് ആ ശരീരം തന്നെയാണെന്ന് ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവ് തൻ്റെ കയ്യേലെയും മാറിടത്തിലെയും മുറിവുകൾ കാണിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ഉയർത്തെഴുന്നേറ്റ് ശരീരമാണെന്ന്, ആ അടക്കപ്പെട്ട ശരീരമാണെന്നുള്ളത്. തോമസിന് വിശ്വസിക്കാമെന്ന് തോമസ് തൊട്ടു നോക്കാൻ പറഞ്ഞു. ഇത് വെറും ഒരു ആത്മാവാണ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ തൊടാൻ പറ്റത്തില്ല, മുറിവും കാണത്തില്ല, അല്ലേ? ആണല്ലോ. ഓക്കെ, അപ്പം ഈ ക്രൂശിക്കപ്പെട്ട കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റുള്ളതിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഹോൾമാർക്കാണ് തൻ്റെ കയ്യിലെയും മാറിടത്തിലെയും കാലിലെയും മുറിവുകൾ. ആ മുറിവ് നെറ്റിക്ക് കാണുന്നില്ലല്ലോ, മുൾക്കടം വെച്ചെന്റെ കാണുന്നില്ലല്ലോ. പുറത്ത് ആ മുറിവ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് തൻ്റെ ഹോൾമാർക്കാണ്. ദാറ്റ് മീൻസ് അതേ ശരീരം ഉയർത്തെഴുന്നേറ്റു. ആ ശരീരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. രണ്ട്, ആ ശരീരത്തിൽ ചാരി യോഹന്നാൻ കിടന്നു, അല്ലേ? അതേ ശരീരം. ഇനി ഈ ശരീരത്തിന്റെ പ്രത്യേകത, ഉയർത്തെഴുന്ന ശരീരത്തിന്റെ പ്രത്യേകത, മരിച്ച ശരീരം മൺമയമായിരുന്നു, ഉയർത്തെഴുന്ന ശരീരം വിൺമയമാണ്. എന്താ അതിന്റെ പ്രത്യേകത? അതായത് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലിമിറ്റ്സ് ഓഫ് ടൈം, രണ്ട് സ്പേസ്, മൂന്ന് എനർജി. ഈ മൂന്നിന് ലിമിറ്റാണ് മുഴുവനും ക്രീച്ചേഴ്സും. ശരിയല്ലേ പറഞ്ഞത്? ടൈം. എനിക്ക് 18 വയസ്സായിട്ട് 100 കൊല്ലം ജീവിച്ചിരിക്കാനൊക്കത്തില്ല. ടെക്നോളജി പലതും ഒപ്പിച്ചു വെച്ചാലും ടൈം, ഐ എം ലിമിറ്റഡ് ബൈ ടൈം. അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് സാറുമാർ പറിച്ചിട്ട് അറിയാമേ, ടൈം ബിഫോർ ടൈംസ് യു എന്ന്. ടൈം ബിഫോർ ടൈംസ് യു. സമയം നിന്നെ പിടിച്ചു കെട്ടുന്നതിന് മുമ്പ് നീ സമയത്ത് ഉപയോഗിച്ചോണമെന്ന്. രണ്ട്, സ്പേസ്. നമുക്ക് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കാൻ പറ്റത്തില്ല. മൂന്ന്, എനർജി. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന എനർജിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഈ മൂന്ന് ലിമിറ്റിന് അപ്പുറത്താണ് ഉയർത്തെഴുന്നേറ്റ ശരീരം. ഈ മരിച്ച അതേ ശരീരം ഉയർത്തെഴുന്നേറ്റത്. പക്ഷെ ഇപ്പൊ എന്തില്ല? ടൈമും സ്പേസും എനർജിയുടെ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് കുഴപ്പം എന്താ? മുറിയുടെ വാതിലൊക്കെ അടഞ്ഞു കിടക്കുക. അപ്പം ഈ പ്രകൃതിയുടെ ഒരു ലിമിറ്റ്സിനും ഇനി നിന്റെ മേൽ കൺട്രോൾ ഇല്ല. ലിമിറ്റ്സ് ഓഫ് നേച്ചർ ഡസന്റ് ഹാവ് എനി കൺട്രോൾ ഓവർ യു, ബട്ട് ദ ബോഡി ഈസ് ദ സെയിം. ഇതേ മൂക്കും കണ്ണും നാക്കും ചെവിയും കയ്യും കാലും ഒക്കെയാണ്. ഇനി അത് കഴിഞ്ഞ് സ്വർഗത്തിൽ പോവുക. കണ്ടില്ല, ആവിയായി പോയി. ഇവിടെ കണ്ടില്ല, ആവിയ. അങ്ങനെ ആന്ന് പോയത് ബൈ സ്ലോ ഡിഗ്രി കിളന്ന് ഇതേ ശരീരം മേഘങ്ങൾക്കപ്പുറത്ത് മറയുമ്പോഴാണ് ദൂതൻ വന്ന് പറയുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി യേശു സ്വർഗത്തിലേക്ക് പോകുന്നതുപോലെ എന്ന് പറയുന്നത് സെയിം ബോഡി. ഈ സെയിം ബോഡിയിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ സ്വർഗത്തിൽ ഏത് ബോഡിയിലാണ്? അത് അവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടോന്ന് നോക്കണം. സ്തേഫാനോസ് മരണസമയത്ത് മേപ്പോട്ട് നോക്കി, ആരെ കണ്ടു? മനുഷ്യപുത്രൻ മഹിമാസനത്തിന്റെ വലതുഭാഗം നിൽക്കുന്നത് കണ്ടല്ലേ?
ആണല്ലോ. അതെ. ഏത് ശരീരത്തിലാ? ഇതേ ശരീരത്തിൽ. ഓക്കെ. ഇനി നോക്കണേ, ഈ ശരീരത്തിന് ഈ പ്രോഗ്രസീവായ ഉം. ചേഞ്ചസ് ഉണ്ട്. ഉം. പ്രോഗ്രസീവ് ചേഞ്ചസ് ഉണ്ട്. പ്രോഗ്രസീവ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പോലും ശരിയാണ്. ഉം. പ്രോഗ്രസീവ് എവല്യൂഷൻ ഉണ്ട്. ആ പ്രോഗ്രസീവ് എവല്യൂഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ അറിയാമോ? ഓരോ സമയത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ചെയ്തെടുക്കേണ്ടതായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ഉം. ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെൻ്റ് ആകുന്നതിനനുസരിച്ച് തൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, മാം ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കോളേജിൽ പോകുന്നതിന് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോയിട്ടുള്ളത്. അതെ. ഉം. കല്യാണത്തിന് എങ്ങനെയായിരുന്നു? ഒരു ചുരിദാർ പോകുമായിരുന്നു. ബ്രൈഡൽ ഡ്രസ്സില്. ബ്രൈഡൽ അപ്പിയറൻസ്. എന്നിട്ടേ ഉം. കോളേജിൽ പഠിപ്പിക്കാൻ കയറിയപ്പോഴോ അതെ. ബ്രൈഡൽ അപ്പിയറൻസിലല്ല. അല്ല അല്ല. അല്ല. ഞായറാഴ്ച ചർച്ചിൽ പോകുന്നതോ വേറെ ഇനി തിരിച്ചു വന്നൊരു ചിക്കൻ കറി വെക്കാൻ അടുക്കള കയറുന്നതോ വേറെ. അല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ധാരാളം ചേഞ്ചിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതിനനുസരിച്ച് തൻ്റെ ഗ്ലോറി, തൻ്റെ തേജസ്സിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തൻ്റെ തേജസ്സിൽ മാറ്റം ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ തേജസ്സിൽ മാറ്റം ഉണ്ടാകും. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ മൺമയമായി ഈ ശരീരം നമ്മളിപ്പോൾ കൊണ്ട് വെക്കുക, കല്ലറയ്ക്കകത്ത് വെക്കുക, മണ്ണിൽ കുടിച്ചിടുക. ഇതുപോലെ ഈ ശരീരം വിൺമയമായിട്ട് ഉയർത്തെഴുന്നേൽക്കും. വിൺമയമായിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുക. കാണുമ്പോൾ കർത്താവിനോട് സദൃശന്മാരാകുകയാണ്. തീർന്നില്ല. അതിനുശേഷം ഇതുപോലെ പ്രോഗ്രസീവായ എവല്യൂഷൻ നമ്മുടെ ശരീരത്തിലുണ്ടാകാൻ പോവാ. നമ്മുടെ തേജസ്കരണം എന്നുള്ളത് വളരെ പ്രൊഫൗണ്ടായ ഒരു സബ്ജക്റ്റാണ്. എനിക്ക് അതിനെപ്പറ്റി 3 വീഡിയോസ് മറ്റും ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3 സീരീസ് വരും നമ്മുടെ തേജസ്കരണം. ഒറ്റ വീഡിയോ തീരുന്നതല്ല നമ്മുടെ തേജസ്കരണം. ഇതുപോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കാലാകാലങ്ങളിൽ ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോഴും തൻ്റെ തേജസ്കരണത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിനാണ് യോഹന്നാന് പത്മോസ് ദ്വീപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണ്, വെള്ളത്തിന് സദൃശ്യമായ കാല്, അല്ലേ? തലയും ഹിമവും വെളുത്ത ഇരിക്കുന്നു, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. അങ്ങനെ അല്ലല്ലോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടത്. അങ്ങനെ അല്ലല്ലോ സ്വർഗത്തിലോട്ട് പോകുന്ന കർത്താവിനെ കണ്ടത്. അങ്ങനെ അല്ലല്ലോ സ്റ്റെഫാനോസ് കർത്താവ് സ്വർഗത്തിൽ നിൽക്കുന്ന കണ്ടത്. Now the question, why he should be a human being in heaven? He is a human being in heaven. മനുഷ്യ ശരീരത്തിലാണ് കർത്താവ് സ്വർഗത്തിൽ നിൽക്കുന്നത്. നമ്മൾ ഇച്ചിരി ടൈം എടുക്കാൻ പോവാണ് തീർക്കുന്നതിന് വേണ്ടി. കാര്യം ഇത് പകുതി വെച്ച് നിർത്താൻ എനിക്ക് മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, എന്തിനാ സ്വർഗത്തിൽ നിൽക്കുന്നത്? എന്തിനാ സ്വർഗത്തിലായിരിക്കുന്നത്? ഡ്യുവൽ പർപ്പസസിന് വേണ്ടി. ഒന്ന്, നമുക്കെതിരായി സാത്താനോട് സംസാരിച്ച് അമർച്ച ചെയ്യുന്നതിനും. കാര്യം 24 മണിക്കൂർ നമ്മളെ കുറ്റം പറയാം. ഇപ്പം നമ്മൾ രണ്ടുപേരും വർത്താനം പറയുമ്പോൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അവൻ. അയാളും അപ്പൊ അമ്പലത്തിനോട് അവിടുന്ന് പറഞ്ഞു കേട്ടില്ലോ, ഇതുവല്ലോ ആണോ ശരി, ഇതൊക്കെ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യത്തില്ലയോ എന്ന് അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം അവനെ അവിടെ അമർച്ച ചെയ്യണം. 2, നമുക്ക് വേണ്ടി പിതാവിനോട് സംസാരിക്കണം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ ഉടമസ്ഥൻ. ഇത് രണ്ടും ചെയ്യാം. ഇത് 2 കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യനും ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവവും. ഞാൻ മനുഷ്യനാ, എനിക്കറിയാം അവന്റെ ബലഹീനത.
അവന് ചെയ്യുന്നുള്ളത് ശരിയാ, പക്ഷെങ്കിൽ അവന്റെ ബലഹീനത എൻ്റെ ശരീരത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താ എൻ്റെ ഈ കാണുന്ന മുറിവ്, അത് അവന് വേണ്ടിയുള്ള മുറിവാ. അവൻ എൻ്റെ ചോരയ്ക്ക് അടിയിലാ. അതുകൊണ്ട് കണക്കിടരുത്. അവന്റെ കാര്യം സാധിപ്പിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ കാര്യസ്ഥൻ. ആരായിട്ട്? ദാ പിതാവിന് കാണിച്ചു കൊടുക്കുക, ഇത് അവന് വേണ്ടി ഞാൻ ഏറ്റതാ. ഈ ചോര ഒഴുകിയത് അവന് വേണ്ടിയാ. ഹീസ് അണ്ടർ മൈ ബ്ലഡ്. നമുക്ക് വേണ്ടി ദൈവത്തോട് വാദിക്കുന്നു. ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ആർക്കേ കപ്പാസിറ്റി ഉള്ളൂ? ദൈവത്തിനേ ഉള്ളൂ, അല്ലേ? ഒരേ സമയം മനുഷ്യനായിട്ടും ഒരേ സമയം ദൈവമായിട്ടും താൻ സ്വർഗത്തിലായിരിക്കും എന്നുള്ളത് തൻ്റെ പേർപ്പസിന്റെ ഡ്യൂട്ടി ഫുൾഫില്ല് ചെയ്യുന്നതിന്റെ അത്യാവശ്യമാണ്. ഇനി അടുത്ത കാര്യം ഞാൻ പറയാൻ പോവാണ്. എങ്ങനെയോ നമുക്ക് പൗലോസ് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ പറ്റി വളരെ വില കുറഞ്ഞ ഡിറോഗറ്ററിയായ ധാരണയുണ്ട്. ഞാൻ മറ്റുള്ളവരെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ അത് തെറ്റിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ചിലരെന്നറിയാമോ, അങ്ങ് തന്നെ താനടിക്കുക. ഈ ഫിലിപ്പീൻസിലൊക്കെ ഉള്ള ചെറുക്കന്മാരുണ്ട് കേട്ടോ, അവർ ചാട്ടം ഉണ്ടാക്കി തന്നെ അങ്ങ് അടിക്കുക. അത് ഈ ദുഃഖവെള്ളിയാഴ്ച ദണ്ഡിപ്പിച്ച് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. കേട്ടല്ലോ. ഇനിയും ഈ ശരീരത്തിന്റെ പർപ്പസ്, ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് പണിത ശരീരമാണിത്. ദൈവത്തിന്റെ ഓൺ ഡിസൈനാണിത്. ഓൺ ഡിസൈൻ. എന്തിനാ? കുറച്ചാൾ കഴിയുമ്പോ പൊക്കോട്ടെന്ന് കാണാനല്ല. ദൈവത്തിന്റെ ഇറ്റേണൽ പ്ലാൻ ഈ ശരീരത്തിലുണ്ട്. ഈ ശരീരം എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഈ ശരീരം എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കണം. ദൈവം പണിത ശരീരമാ. ഈ ഷേപ്പ് ദൈവം പണിതതാ, അല്ലേ? ഈ ഷേപ്പിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ നിൽക്കുക. ആരാ കർത്താവിന് ശരീരം കൊടുത്തത്? ബൈബിൾ, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ഹ്യൂമൻ ബോഡിയുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ ദൈവമക്കളായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്പോർട്ടൻസ് കേട്ടോണം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അടുത്തത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. 2, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാകുന്നു, നിങ്ങളും അങ്ങനെ തന്നെ. ഈ ബോഡി എന്ന് പറയുന്നത്, ഒന്ന്, കർത്താവിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇന്ന് ചെയ്യണമെങ്കിൽ എന്റെ ഈ ശരീരം വേണം. കർത്താവിന് തന്റെ വചനം ഈ ലോകത്തോട് അറിയിക്കണമെങ്കിൽ ഈ ബാബു ജോൺ എന്ന ഈ ബലഹീന മനുഷ്യന്റെ ഈ താണുപോയ ഈ ശബ്ദം വേണം. പിന്നീട് ഈ ശരീരത്തിന്റെ ഇമ്പോർട്ടൻസ്, ഈ ശരീരത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന വിഷയം നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഉപവാസം പഠിപ്പിച്ച്, ഉപവാസം വളരെ നല്ല അത്യാവശ്യമാണ് കേട്ടോ, ആവശ്യമില്ലാതെ ഉപവാസം പഠിപ്പിച്ച് മനുഷ്യനെ നല്ല കാലത്തിൽ ദീനക്കാരനാക്കി. പിന്നെ വേറെ സംഗതി ഉണ്ടോ, നമ്മുടെ ഒരു അധിപത്യം ഉണ്ടല്ലോ, മരുന്ന് കഴിക്കാതിരിക്കുന്നത്. അങ്ങനെ കൂട്ടുണ്ടല്ലോ, അറിയാമല്ലോ. അങ്ങോട്ടേ കിടക്കുന്നില്ല. എന്തുമാത്രം തെറ്റാണെന്ന്, എന്തുമാത്രം ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് ആ കൂട്ടർ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന മുഴുവൻ ഹ്യൂമൻ ബോഡിയുടെ ഇമ്പോർട്ടൻസ്, അത് ഒരിക്കലും നശിക്കാൻ പാടില്ല. 2, ആ ശരീരത്തിൽ തന്നെ മനുഷ്യനുണ്ടായിരിക്കണം. ഈ ശരീരത്തിന്റെ തേജസ്കരണം എന്നുള്ളത് ഘട്ടമായി നടക്കുന്നതാണ്. എത്ര തേജസ്കരിക്കപ്പെട്ടു പോയാലും അതിന്റെ പിന്നക്കിലെത്തുമ്പോഴും ഈ ശരീരത്തിന് ആ തേജസ്കരണം സംഭവിച്ചത്. ഈ വെള്ളോടിന് സദൃശ്യമായ കാലും അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും കണ്ടപ്പോഴും യോഹന്നാൻ പറഞ്ഞത് മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തനെ കണ്ടു. അപ്പോഴും ഏതാണ് ശരീരം? ഏതാ? ഹ്യൂമൻ ബോഡിയാ. അപ്പം ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് സ്വർഗത്തിൽ വലിയ കാര്യം ചെയ്യാനുള്ളത് കൊണ്ട് താൻ അവിടെ അങ്ങനെ തന്നെ നിൽക്കുക.
ഇതേ ശരീരത്തിൽ താൻ വരുമെന്ന് ദൂതൻ പറഞ്ഞിട്ടുമുണ്ട്. ദാറ്റ് ഈസ് മൈ ലോങ് ആൻസർ. അതുകൊണ്ട് ഈ കേട്ട ആളുകളോട് എനിക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് പറയാനുണ്ടെങ്കിൽ, ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ബോഡി. ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമാണ്. ജങ്ക് ഫുഡ് കഴിക്കാനുള്ള വേസ്റ്റ് ബിൻ അല്ലിത്. വേസ്റ്റ് ബിൻ അല്ലിത്. ഇനിയും ഓരോരുത്തർ ഓരോ പരിഷ്കാരങ്ങൾ ഇറക്കുന്നതിനനുസരിച്ച് അത് ടെസ്റ്റ് ചെയ്യാനുള്ളതായ ഗിനിപ്പിഗുമല്ല. വല്ലവരും യൂട്യൂബിൽ അവിടെ ഇവിടെ വന്ന് ഒരു സാധനത്തിന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ കയറി എടുക്കാനുള്ള ഗിനിപ്പിഗുമല്ല ഏത് ശരീരം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസിക്കുന്ന മന്ദിരമാണെന്നോർത്ത് ഇതിനെ വിശുദ്ധമായിട്ടും, നമ്പർ 2 ഇതിനെ ഹെൽത്തി ആയിട്ടും, നമ്പർ 3 ഇതിനെ മനോഹരമായിട്ടും സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തുകൊണ്ട്? ഇതുവരെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയാം, ഉത്തരം ലെങ്തി ആയിപ്പോയി. കർത്താവിൻ്റെ വരവെങ്കിൽ നിന്റെ ദേഹവും ദേഹിയും ആത്മാവും എങ്ങനെ കാണപ്പെടണം? ഇൻകറപ്റ്റബിളായി. ആരും അതിനെ നിന്ദിക്കാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കുറ്റം പറയില്ല. ഞാൻ നിനക്ക് തന്ന മനോഹരമായ ശരീരം നീ എന്ത് ചെയ്തു? നീ കള്ളു കുടിച്ചും, കഞ്ചാവടിച്ചും, ബീഡി വലിച്ചും, പിന്നെ ജങ്ക് ഫുഡ് കഴിച്ചും, പിന്നെ ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ കൊണ്ടും നീ ഇതിനെ നശിപ്പിച്ചുവോ എന്ന് ചോദിക്കാൻ ഇടയല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരം അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ദ ബോഡി വളരെ 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 വലുതാണ്. അതാണ് എനിക്കൊരു അഡ്വൈസ് അല്ല, ഒരു അഭിപ്രായം എൻ്റെ കേൾവിക്കാരോട് പറയാനുള്ളത്. താങ്ക് യു. Okay, that was an amazing answer, sir. Yeah. Okay. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? പിന്നെ അല്ലാതെ പ്രേക്ഷകരിൽ നിന്ന് വേറൊരു ചോദ്യമുണ്ട്. ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾ ഉണ്ടായിരുന്നോ? അത് എന്റെ മറുപടി അല്ലത്, അത് ശാസ്ത്രലോകത്തിന്റെ മറുപടിയാണ്. ഞാൻ ലിറ്ററേച്ചറും ഫിലോസഫിയും സൈക്കോളജിയും ഹിസ്റ്ററിയും ഒക്കെ പഠിച്ചൊരു അധ്യാപകൻ. മാനേജ്മെന്റ് ആയിരുന്നു. പിന്നെ ഈ ഏൻഷ്യൻ ഹീബ്രു ഒക്കെയാണ് എൻ്റെ സബ്ജക്റ്റ്. സയൻസസ് അല്ല. പക്ഷെങ്കിൽ നമുക്ക് ഉള്ള ക്ലൂ 2 ക്ലൂ ആണ്. ഒരു ക്ലൂ, ബറഷീത്ത് ബാറ എലോഖീം യറ്റ് ഹഷമായീം വ യറ്റ് ഹഅറത്സ്. ആദിയിൽ, സൃഷ്ടിപ്പിന്റെ ആദിയിൽ നിന്നാണ്. കുറെ കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സൃഷ്ടിപ്പിന്റെ ആദിയിൽ നിന്നാണ്. അത് ദൈവത്തിന്റെ ആദിയിലുമല്ല, പിന്നെ മറ്റൊന്നിന്റെ ആദിയിലല്ല, സൃഷ്ടിപ്പിന്റെ. അതായത് ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ കുറെ കൂടെ പ്രിസൈസ് ആണ്. ഇത് ശ്രദ്ധിച്ചോണേ. ഈ ദൈവം താമസിക്കുന്ന സ്വർഗത്തെ സൃഷ്ടിക്കുന്ന കാര്യമല്ല. നമുക്കിപ്പം ഒരുപാട് സോളാർ സിസ്റ്റംസ് ഉണ്ട്, അതിനെപ്പറ്റിയല്ല. ഈ സോളാർ സിസ്റ്റം സൃഷ്ടിക്കുന്ന ആ സമയത്ത്, ആ ടൈമിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ബറഷീത്ത് എന്ന പേരിന്റെ അർത്ഥം കൃത്യമായ എൻഡ് പോയിന്റ് ഉള്ള ഒരു സ്പാൻ ഓഫ് ടൈം ഉണ്ടാക്കി. നമുക്കൊരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമുള്ളൂ, 8 ദിവസം ആകാൻ പറ്റത്തില്ല അല്ലേ? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം അതിനും തീർന്നേക്കത്തുള്ളൂ. ഇതുപോലെ ദൈവം ആദ്യം ഒരു സ്പാൻ ഓഫ് ടൈം ഉണ്ടാക്കി. സ്പാൻ എന്ന് പറയുമ്പം ഈ ആകാശം ഭൂമി, ഈ സോളാർ സിസ്റ്റം എത്ര വർഷം നിലനിൽക്കണം ദൈവം തീരുമാനിച്ചു. ആ തീരുമാനിച്ച ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ സോളാർ സിസ്റ്റത്തെ സൃഷ്ടിച്ചു. അതാണ് ബറഷീത്ത് ബാറ എലോഖീം യറ്റ് ഹഷമായീം വ യറ്റ് ഹഅറത്സ്. വഹഅറത്സ് ഹയേത്ത തോഹു വ ബോഹു. വഹഅറത്സ്, ആ ഭൂമി, ഹയേത്ത. ഹയേത്ത എന്ന ഹീബ്രു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. അതിന് പകരം വോസ് എന്ന് എഴുതി വെച്ചു. അപ്പൊ എന്തായി? പാഴ്ശൂന്യമായിരുന്നു എഴുതി വെച്ചു.
തോഹു വബോഹു പാഴും ശൂന്യവും. ആ ഹയ്യത്ത എന്ന വേർഡിന്റെ അർത്ഥം ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇറ്റ് അണ്ടർവെന്റ് റിമാർക്കബിൾ ചേഞ്ചസ്. ഒരു ദീർഘകാലഘട്ടം കൊണ്ട് വലിയ മാറ്റത്തിന് കാരണമായി തീർന്നു. ഇനി എന്തിനാ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്? വേറൊരു ഭാഗത്ത് പാഴിനായിട്ടല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, പാർപ്പിനായിട്ടല്ലോ ഞാൻ അതിനെ സൃഷ്ടിച്ചത്. അതെന്താ പറയുന്നത്? ദൈവം സൃഷ്ടിച്ച ഭൂമി പാർപ്പിനായിരുന്നു. ആർക്കു വേണ്ടി പാർപ്പിനായിരുന്നു? അതിന്റെ മറുപടി പറയേണ്ടത് സയൻസസ് ആണ്. സയൻസ് മറുപടി രണ്ട് മറുപടിയാണ്. നമ്മുടെ ഈ ആദമിക് വേൾഡ് ഉണ്ടല്ലോ, ആദാം മുതൽ നമ്മൾ വരെയുള്ളത്, ഈ വേൾഡിനെ എത്ര കണക്കൂട്ടിയാലും 6000 yearsനപ്പുറം ഒരു ആയുസ് ഒരു ഏജ് അതിനില്ല. 6000 yearsനപ്പുറം ഒരു ഏജ് അതിനില്ല. പക്ഷെങ്കിൽ ഈ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതായ ഫോസിൽസ് ഉണ്ടല്ലോ, അതിന് മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ പഴക്കമാണ്. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസിൽസ് ഒരു കാലത്ത് നമ്മള് പിന്നെ അതെല്ലാം തെറ്റാന്ന് പറയാൻ വേണ്ടി കാർബൺ ഡേറ്റിംഗ് മുഴുവൻ തെറ്റാന്ന് നമ്മളങ്ങ് പറഞ്ഞു. കാർബൺ ഡേറ്റിംഗ് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അത് മുഴുവൻ തെറ്റെന്ന് ആർക്കും വിളിച്ചു പറഞ്ഞാൽ നോക്കത്തില്ല. അപ്പം രണ്ട്, ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഒരു ജീവജാലങ്ങൾക്കും അതുമായിട്ട് ആൻസെസ്ട്രിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡൈനോസേഴ്സിന്റെ അസ്ഥികൂടം കണ്ടെത്തിയല്ലോ, ശരിയാണല്ലോ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ആൻസെസ്ട്രി അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. ഇനിയും വലിയ മുട്ട മനുഷ്യന്മാരുണ്ടല്ലോ, 15 അടി 30 അടി നീളം പൊക്കമുള്ള മനുഷ്യന്മാരുടെ അസ്ഥികൂടം അതുപോലെ കണ്ടെത്തിയിരിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്റെ ആൻസെസ്ട്രിയുമായിട്ട് 20 അടി 30 അടി പൊക്കമുള്ള മനുഷ്യനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നല്ലോ, മനുഷ്യനില്ലായിരുന്നു, ഉറപ്പാ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ നോക്കിക്കോണേ, ഫോസിൽസ് എടുത്താൽ അസ്ഥികൂടം എടുത്താൽ ഇപ്പൊ നമ്മള് ഈ പിന്നെ ഗറില്ലായുടെ DNA നമ്മുടെ DNA തമ്മിലൊരു ചെറിയ ഡിഫറൻസ് അല്ല ഉള്ളോ? ഡിഫറൻസ് അല്ല ഉള്ളു. അസ്ഥികൂടം ഒരുപാട് സിമിലർ അല്ലേ? സ്കെലറ്റിനടുത്ത് ഒരുപാട് സിമിലർ അല്ലേ? അതിന്റെ അർത്ഥം നമ്മളും ഗറില്ല ഒന്നാണെന്നാണോ? അല്ലല്ലോ. അപ്പൊ ആ പ്രീ ആഡമിക് വേൾഡിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു, ജീവികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിക്കുന്ന കാര്യമാണ്. ആ സ്കോപ്പ് ഉണ്ടായിരുന്നു, അതിന് സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ബൈബിള് പറയുന്ന ഹയ്യത്ത എന്ന വേർഡും പർപ്പസ് ഓഫ് ക്രിയേഷൻ പാഴും ശൂന്യമായിട്ട് കിടക്കുന്നതിനല്ലായിരുന്നു, പാർപ്പിനായിരുന്നുവെന്നും, ഇനിയും ഞാൻ നോക്കി ഭൂമി പാഴായിപ്പോയി എന്ന് രമ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഭൂമി പിന്നീട് പാഴായി പോയതിനെ പറ്റിയ ഗ്യാപ് തിയറി എന്നൊക്കെ ചില ആളുകൾ, എനിക്കൊരു തിയറി എന്ന് പറയാറില്ല, ഫാക്ട് പ്രിസൈസ് ആയിട്ട് പറഞ്ഞു. യെസ്, പ്രീ ആഡമിക് വേൾഡ് എന്നൊരു വേൾഡ് ഉണ്ടായിരുന്നു, അവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഭൂമി പാഴും ശൂന്യമായി പോയപ്പം അതെല്ലാം നശിച്ചു പോയി. അതിന്റെ ഫോസിൽസ് ഇന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുണ്ട്. ആഡമിക് വേൾഡിന്റെ ഹിസ്റ്ററി 6000 വർഷത്തിനപ്പുറം ആർക്കും ട്രേസ് ചെയ്യാൻ കഴിയത്തില്ല. ആഡമിക് വേൾഡിന്റെ ആർക്കും ഒരു ചെല്ലു പറയും, ഞങ്ങൾ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പുസ്തകം കണ്ടെത്തുന്നത്. 10,000 വർഷം മുമ്പ് പുസ്തകം, ഉപനിഷത്തുകൾ 7,000 കൊല്ലം 8,000 വർഷം ഉപനിഷത്ത് ചുമ്മാ പറയുക. ഉപനിഷത്തുകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഒരിക്കലും തെളിയിക്കാൻ പറ്റുന്നതല്ല. ആൻസർ, വി ആർ കമ്മിങ് ബാക്ക് ടു യെസ്, പ്രീ ആഡമിക് വേൾഡ് ഉണ്ടായിരുന്നു, ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു, തെളിവ് ഫോസിൽസ്. താങ്ക് യു. ഈ സെഷൻ കേൾവിക്കാർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ തുടർന്നും അയക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ടിൽ ദെൻ, ഗുഡ് ബൈ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ.